Hey guys, എല്ലാവർക്കും നമസ്കാരം. ദമരക്കൽമല മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്ന് നോക്കാം. ആദ്യം തന്നെ മുഖം നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത ശേഷം ഒരു പ്രൈമർ ഉപയോഗിച്ച് മുഖത്തെ ഓപ്പൺ പോർസ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന നിവ്യയുടെ ആഫ്റ്റർ ഷേവ് ലോഷൻ ആണ്. കയ്യിൽ കുറച്ച് എടുത്തിട്ട് മൂക്കിന്റെ ഭാഗത്തും ചിൻ ഏരിയയിലും നെറ്റിയിലും ഒക്കെ നന്നായിട്ടൊന്ന് ഡാബ് ചെയ്തൊന്ന് അപ്ലൈ ചെയ്യുക. ഇത് ഡ്രൈ ആയ ശേഷം ഞാൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് NYBയുടെ ഫൗണ്ടേഷൻ ആൻഡ് കോണ്ടൂർ കൺസീലറിലെ 2 ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം ലൈറ്റർ ഷെയ്ഡും ഒന്നൊരു ഡാർക്ക് ഷെയ്ഡുമാണ്. ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അത് അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പാടൊക്കെയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാണ്. ആദ്യത്തെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ലൈറ്റാണ്, അതുകൊണ്ട് ഒരു ഇൻറ്റൻസ് ടോണാണ് ഞാൻ അടുത്തത് ഉപയോഗിച്ച് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാണ്. കറക്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടിയിരുന്നില്ല. ഇനി ലാക്മേയുടെ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് ഞാനൊന്ന് മുഖം സെറ്റ് ചെയ്യാണ്. പിന്നെ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ NYBയുടെ ലിക്വിഡ് ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ നടുക്കൂന്നൊന്നും വരച്ചിട്ട് അത് അറ്റം വരെ കൊണ്ടുപോവാണ്. ഒന്ന് വാലിട്ട് എഴുതാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വിങ്ഡ് ഐലൈനർ പോലെ. ഇത്രയും വരെ ചെയ്തിട്ട് ഞാനൊരു വൈറ്റ് ഐ പെൻസിൽ വെച്ചിട്ട് താഴത്തെ വാട്ടർ ലൈനിലൊന്ന് വരയ്ക്കുകയാണ്. പിന്നെ ബ്ലാക്ക് ഐലൈനർ വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി ലിപ്സിന് വേണ്ടിയിട്ട് ഞാൻ NYBയുടെ ലിപ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഷെയ്ഡ് 16 ആണ്. ഞാൻ ഡീറ്റെയിൽഡ് നെയിമെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ കെയർ, സ്കിൻ കെയർ, DIYs ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദി. ടേക്ക് കെയർ, ബൈ.